ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ 2 മുട്ട ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കിഡിലും ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മൾ സാധാരണ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ നമ്മുടെ മുട്ടയൊക്കെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ. മാത്രമല്ല ചെറു ചൂടോടുകൂടി ഒരു സോസിൻ്റെ കൂടെ കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയാനായിട്ട് പറ്റുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമ്മുടെ ഈ റെസിപ്പി ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ചെയ്യാനായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വലുതാണെങ്കിൽ 2 മതിയാവും മതിയാവും. അതിനുശേഷം നമ്മുടെ ഈ ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ തൊലി കളഞ്ഞ് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മളിതാ ഈ ഒരു ഷേപ്പിലിങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സാധാരണ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യില്ലേ നീളത്തിൽ, അതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു ഉരുളക്കിഴങ്ങ് 2-3 കട്ട് ചെയ്തതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. എന്നാലാണ് ഇത് കറക്റ്റ് ഈ ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ 3 ഉരുളക്കിഴങ്ങും ഫിംഗർ ഷേപ്പിൽ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് കനം കൂടുതലോ കുറവോ അങ്ങനെയൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ കറിയൊക്കെ നല്ലതുപോലെ കളയാനായിട്ട് ഒരു 2 തവണയെങ്കിലും നല്ലതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ 2 തവണ മാത്രം ഒന്ന് കഴുകിയെടുത്താൽ മതി. അതിനുശേഷം അതിൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ കളയാനായിട്ട് ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളമൊക്കെ നല്ലതുപോലെ പോയി കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയ ഒരു കോട്ടൻ്റെ തുണിയിലോ പൊതിഞ്ഞ് നമുക്കിതിൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് കളഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പറിലാണ് ചെയ്യുന്നത്. പിന്നെ ഇത് നന്നായിട്ട് ഉണങ്ങിയ ഒരു കോട്ടൻ്റെ തുണിയിൽ പതുക്കെ ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താലും മതിയാവും. ശരിക്കും ഒട്ടും തന്നെ വെള്ളമില്ലാതെ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അങ്ങനെ നന്നായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതേപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പൊടികളും അതേപോലെ തന്നെ മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ എടുത്തിരിക്കുന്ന 3 ഉരുളക്കിഴങ്ങിന് ഇതേപോലത്തെ 2 മുട്ട മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ മുട്ടയുടെ കൂടെ തന്നെ പൊടികളായിട്ട് ഒരു ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഗരം മസാലയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ചാറ്റ് മസാലയാണ്. അതും ഒരു 1/4 ടീസ്പൂൺ തന്നെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. കൂടെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി കൈവച്ച് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന കുട്ടി ചേരുവകൾ മാത്രം മതിയാവും. നന്നായിട്ട് മിക്സ് ചെയ്തതിനകത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വരാനായിട്ട് ഒരു 1/2 കപ്പ് മൈദയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 ഉരുളക്കിഴങ്ങിന് ഒരു 1/2 കപ്പ് മൈദയും അതേപോലെ തന്നെ 2 മുട്ടയും തന്നെ ധാരാളമാണ്, അത്രയും മതി. നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൈദയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ചേർത്തിരിക്കുന്നതൊക്കെയും കൈവച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. നല്ലൊരു കോട്ടിങ്ങോട് കൂടി നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, നമുക്ക് നേരെ എണ്ണയിലിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഉരുളക്കിഴങ്ങ് വീതം ഇട്ട് കൊടുക്കുമായിരിക്കും കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവുക. അല്ല ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇതെല്ലാം കൂടി ആകെ അങ്ങ് കൂട്ടമായിട്ട് കിടക്കും. അപ്പോൾ ഓരോന്നും ഇങ്ങനെ വിടർത്തി ഇടുവാണെങ്കിൽ നമുക്കിങ്ങ് മറിച്ചിടാനാണെങ്കിലും അതേപോലെ തന്നെ കോരിയൊക്കെ എടുക്കാനാണെങ്കിലും നല്ല എളുപ്പം ഉണ്ടാവും. നമ്മുടെ ഗ്യാസ് ആണെങ്കിലും എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് അങ്ങ് കൂടിപ്പോയി കഴിഞ്ഞാൽ അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും. അതുപോലെ ലോ ഫ്ലെയിമിലാണെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കുകയും ചെയ്യും. അവിടെ നിന്ന് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഒരു വശമൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 വശവും റെഡിയായി ശരിക്കും ഒരു ഗോൾഡൻ കളറായി വന്നപ്പോൾ നമ്മളിതിങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ തണുത്ത് പോകാതെ ഒരു ചെറു ചൂടോട് കൂടി സോസിൻ്റെ കൂടെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുക. കൂടെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാൽ മറ്റുള്ളവരില്ലെങ്കിൽ കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളി കോട്ടിങ്ങോട് കൂടി നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെയാണ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ വീഡിയോസിൻ്റെ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ.